ബോട്ട് എയർഡ്രോപ്സ് 181 പ്രോവിൻ്റെ ഒരു ഓവ്യൂ ആണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ വീഡിയോ പൂർണ്ണമായും കാണുമ്പോഴത്തേക്ക് 1290 ഇത് വാങ്ങിച്ച വർത്ത് ബൈങ് ആകോ ഇല്ലെന്ന് മനസ്സിലാവും. കൂടാതെ സ്പെക് വൈസ് എന്തൊക്കെയാണ് ഒരു പ്രോഡക്റ്റിലുള്ളതെന്നും മനസ്സിലാവുന്നതാണ്. എന്തായാലും ഇതിന്റെ അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂ നമ്മുടെ ചാനലിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ. ഞാനും അങ്ങോട്ട് 1290 വാങ്ങിച്ച് അൺബോക്സ് ചെയ്യാം. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സ് ഒക്കെ തന്നെ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിൽ നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും. ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ചു. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്തോളൂ ദീപ് സ്റ്റോർ. എന്തായാലും ആദ്യം തന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ആ ഒരു കളേഴ്സ് ആണ് കേട്ടോ. നല്ല യുണീക്ക് ആയിട്ടുള്ള 4 കളേഴ്സ് ആണ്. കോറൽ ബ്ലൂം, ഫ്രോസ്റ്റഡ് മിന്റ്, ലൈലാക് സെറനിറ്റി, മോക്ക എലഗൻസ്. ഏതാണെങ്കിലും മേടിച്ചാലും നമുക്ക് നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇത് പിന്നെ ഗ്ലോസി ആണോ മാറ്റ് ആണോ എന്നുള്ള സത്യം പറഞ്ഞാൽ ഫോട്ടോ കണ്ട് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഒരു മാറ്റ് ഫിനിഷ് ആകാനാണ് ചാൻസ് വളരെ കൂടുതൽ. കേസിൽ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത, ഇതിനകത്ത് ആ ഒരു കേസിന്റെ ബാറ്ററി പെർസെൻറ്റേജ് ഡിജിറ്റലി എഴുതി കാണിക്കും. പൊതുവെ LED ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇപ്പോൾ 1 അല്ലെങ്കിൽ 4 ഒക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഈ പ്രത്യേകിച്ച് ഒരു LED ഇൻഡിക്കേറ്റർ വരുമ്പോഴത്തേക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഡിജിറ്റലി എഴുതി കാണിക്കുന്നതുകൊണ്ട് കുറച്ച് ഈസി ആയിരിക്കും. 100 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം ഒരു കേസിന്. കൂടാതെ ടൈപ്പ് സി ആയതുകൊണ്ട് ജസ്റ്റ് 5 മിനിറ്റ് ചാർജ് ചെയ്താൽ മതി 100 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കിട്ടുന്നതാണ്. ഇയർബഡിലേക്ക് വരുവാണെങ്കിൽ 10mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ്. കൂടാതെ 4 മൈക്ക് വിത്ത് ENX ടെക്നോളജിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഗെയിമേഴ്സിനാണെങ്കിൽ 50ms ലോ ലേറ്റൻസി മോഡും ഇവിടെ കാണാൻ സാധിക്കും. സ്പെക് വൈസ് സത്യം പറഞ്ഞാൽ ഇത്ര മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ബ്ലൂടൂത്ത് വെർഷൻ എത്രയാണ്, അതുപോലെ തന്നെ IP റേറ്റിംഗ് എന്താണെന്നുള്ളത് തന്നെ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആയിരിക്കണം. കൂടാതെ IPX4 ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഉറപ്പായിട്ടും 1290 ബാറ്ററി വൈസ്, അതായത് നിങ്ങൾക്ക് പ്ലേ ടൈം കൂടുതൽ വേണം. അതേപോലെ തന്നെ കേസിൽ ഡിജിറ്റലി ഒക്കെ ബാറ്ററി പെർസെൻറ്റേജ് ഇൻഡിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് വാങ്ങിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. എന്നാൽ പ്ലേ ടൈം മാത്രമാണ് നിങ്ങളുടെ ആ ഒരു പ്രയോറിറ്റിയെങ്കിൽ ഉറപ്പായിട്ടും എയർഡ്രോപ്സ് 200+ നോക്കാം. കാരണം അത് 100 മണിക്കൂർ പ്ലേ ടൈം ഉണ്ട്. കൂടാതെ 1099 ഇപ്പോൾ ആ ഒരു ഓഫർ റേറ്റിൽ കിട്ടുകയും ചെയ്യും. സോ ഇത് മേടിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ എയർഡ്രോപ്സ് 181 പ്രോയിൻ്റെ ഒരു ഓവ്യൂ അല്ലെങ്കിൽ ആ ഒരു സ്പെക് വൈസ് നമ്മൾ വാങ്ങിച്ച വർത്ത് ബൈങ് ആകോ ഇല്ലെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും, കൂടാതെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പറിനോ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.